പഹൽഗാമില് ഓരോ വെടി പൊട്ടുമ്പോഴും നമ്മുടെ മുസമ്മിൽ കാക്കായും കുതിരക്കാരനായ ആദിൽ കാക്കായും ഉറക്ക വിളിച്ചു അല്ലാഹു അക്ബർ. അതെ, അള്ളാഹു സൃഷ്ടിച്ച അള്ളാഹുവിന്റെ സൃഷ്ടികൾ, പ്രത്യേകിച്ച് കാഫിറുകൾ, അള്ളാഹുവിന്റെ അടുത്തേക്ക് തന്നെ മടങ്ങിയെത്തുന്ന വിശാലമായ ഒരു കാഴ്ചയാണല്ലോ അത്. കണ്ണിന് ഇമ്പമേകുന്ന, കൺകുളിർമയേകുന്ന ഒരു കാഴ്ച. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ അല്ലാഹു അക്ബറിന് ഒരാൾ വീണു, രണ്ടാമത്തെ അല്ലാഹു അക്ബറിന് 2 പേര് വീണു, മൂന്നാമത്തെ അല്ലാഹു അക്ബറിന് 3 പേര് വീണു. അങ്ങനെ നല്ല രൂപത്തിൽ കണ്ണിന് ഇമ്പമേകുന്ന ഒരു കാഴ്ച തന്നെയാണ് പഹൽഗാമിൽ അല്ലാഹുവിന് കിട്ടിയത്. പ്രാദേശിക സഹായികളാകുന്ന 1500 പേരെ NIA പൊക്കിക്കൊണ്ടുപോയി. ആദിൽ കാക്ക ഭീകരവാദികൾക്ക് ആയുധങ്ങൾ കൊണ്ടുവന്ന് കൊടുത്തു. ജീവിക്കാനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്തു. താമസിക്കാനുള്ള വീട്, കഴിക്കാനുള്ള ഭക്ഷണം, കുടിക്കാനുള്ള വെള്ളം, കിടക്കാനുള്ള സൗകര്യം, ഉടുക്കാനുള്ള തുണികൾ, ഇന്റർനെറ്റ് സൗകര്യങ്ങൾ എല്ലാം ചെയ്തു കൊടുത്തു. ആയുധങ്ങൾ കൈമാറുമ്പോൾ ഒന്ന് മുകളിലേക്ക് നോക്കി. ശരിക്കു പറഞ്ഞാൽ ആദിൽ നോക്കിയത് പടച്ചോനെയാണ്. പടച്ചോനെ, നിന്റെ ഇഷ്ടത്തോഴനാണ് ഞാന് ഇതൊക്കെ ചെയ്തത് അല്ലാഹുവേ നിന്റെ പ്രീതിക്കു വേണ്ടിയാണ് റബ്ബേ. നമ്മുടെ മുസ്ലിം സമുദായം മാത്രമേ ഈ ഭൂമിയിൽ അവശേഷിക്കണം, മറ്റെല്ലാ കാഫിറുകളും ചത്തു തൊലയട്ടെ പടച്ചോനെ, അതിന്റെ ഒരു ഭാഗവാക്കായി ഞാൻ മാറിയിട്ടുണ്ടല്ല. മോളിലേക്ക് നോക്കിയപ്പോൾ ഉണ്ട് ഒരു വിനോദസഞ്ചാരി ഇരിക്കുന്നു, ക്യാമറയും തൂക്കി മോളില്. ഭീകരർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ കാക്കയ്ക്ക് കാര്യം മനസ്സിലായി. നമ്മുടെ എല്ലാ ഉഡായിപ്പും ഇവൻ ക്യാമറ കണ്ണിലൂടെ പകർത്തിയെടുത്തു കഴിഞ്ഞു. ഇനി NIA വന്നാൽ എന്താണെങ്കിലും തനിക്ക് പണി ഉറപ്പാണ് എന്ന് കാക്കായ്ക്ക് ദൃഢനിശ്ചയം വന്നു. ഉടനെ കാക്ക പുതിയൊരു അടവ് പുറത്തെടുത്തു. അയാളുടെ കയ്യിൽ നിന്ന് നമ്മുടെ സിനിമകളിലെ നടന്മാര്, നായകന്മാരൊക്കെ ചെയ്യുന്നത് പോലെ, വിജയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ, അതുപോലെ ആ ഭീകരരുടെ കയ്യിൽ നിന്ന് തോക്ക് പിടിച്ചു വാങ്ങാനൊരു ശ്രമം. എന്നിട്ട് സ്വന്തം നെഞ്ചിലേക്ക് അത് വെക്കുന്നു, കൈയമർത്തുന്നു, വെടിയുതിർക്കുന്നു, തീരുന്നു. കാരണം ജീവിച്ചിരുന്നാലും അദ്ദേഹം ഒരു നിമിഷം ചിന്തിച്ചിട്ടുണ്ടാവണം, നിന്ദ്യനും നീചനും വൃത്തികെട്ടവനും വെറുക്കപ്പെട്ടവനുമായി ഈ രാജ്യത്ത്, ഈ ലോകത്ത് ഞാൻ മാറും. അതിനേക്കാൾ എത്രയോ നല്ലതാണ് അങ്ങ് തീർന്നു കിട്ടുന്നത്. അങ്ങനെ കാക്ക അത് ചെയ്തു. കാക്ക സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു നായക പരിവേഷം നമ്മുടെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അദ്ദേഹത്തിന്റെ തലയിൽ നിർബന്ധിച്ച് കെട്ടിച്ചു വെച്ചു കൊടുത്തു. അദ്ദേഹം ഒരുപാട് അമുസ്ലിങ്ങളെ, കാഫിറുകളെ രക്ഷിക്കുന്നതിനിടയിൽ വീരമൃത്യു വരിച്ച രക്തസാക്ഷിയാണ്. എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടേന്ന്. അതുപോലെ മാറാടും ഒരു സംഭവം നടന്നു. മാറാട് മുഹമ്മദ് ഫഹദ് ആണെങ്കിൽ ഇവിടെ സയ്യിദ് ആദിൽ. ആ വ്യത്യാസമേ ഉള്ളൂ. രണ്ടും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. ഇന്നലെ കോഴിക്കോട് കൊയിലാണ്ടിക്കടുത്ത് പൂക്കാട് ഹിന്ദു ഐക്യവേദി സംഘടിപ്പിച്ച മാറാട് അനുസ്മരണ ബലിദാന ദിനമുണ്ടായിരുന്നു. അതെ, 22 വർഷം കഴിയുമ്പോൾ അവരുടെ നിലവിളികൾ മറക്കാൻ പറ്റുമോ? അതേപോലെയുള്ള 29 കുടുംബങ്ങളുടെ നിലവിളി കൂടി സമ്മാനിച്ച് വീണ്ടും അരങ്ങ് തകർത്തു വാഴുകയാണ് നമ്മുടെ ഭീകരർ. ആ ഭീകരർക്കു വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ നമ്മുടെ നാട്ടിൽ തന്നെ ആളുകളുള്ളപ്പോൾ അവരെന്തിനാ ഭയപ്പെടുന്നത്? അവരെന്തിനു ഭയക്കണം? എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ, അവരുടെ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായി നിൽക്കുന്ന പ്രാദേശികവാസികൾ. ഇവിടെ കേരളത്തിൽ കോഴിക്കോട് മാറാട് ഇങ്ങനെ ഒരു ഭീകരാക്രമണം നടന്നപ്പോൾ മുസ്ലിം വീടുകളാണ് ഭീകരർ കൊഴിഞ്ഞുകൊടുത്ത് മുസ്ലിങ്ങൾ എങ്ങോട്ടോ മാറിയതെങ്കിൽ ഇവിടെ ഭീകരർക്ക് വേണ്ടി എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്ത് പ്രാദേശികവാസികൾ തന്നെ ഒരുമിച്ച് നിന്നപ്പോൾ 29 കുടുംബങ്ങൾ അനാഥരായി. ആഹാ, അവർക്കും സന്തോഷം, ഇവർക്കും സന്തോഷം. എന്തായിരുന്നാലും ആ അനുസ്മരണ ചടങ്ങിന്റെ അവസാന ഭാഗത്ത് ഞാനുണ്ടായിരുന്നു. പ്രഭാഷണത്തിന് അവസാന ഭാഗം നിങ്ങളൊന്ന് കേൾക്കുക. 36 മണിക്കൂറിനകം ഇന്ത്യ പാകിസ്ഥാനെ തിരിച്ചടിക്കും. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ഇത് ആര് പറഞ്ഞിട്ടാ മാധ്യമം അറിഞ്ഞത്? മാധ്യമം എന്ന ന്യൂസിന് ഈ വാർത്ത ആരെയൊക്കെയോ അറിയിക്കാനുണ്ട്. ഇന്ത്യ തിരിച്ചടിക്കാൻ പോകുന്നു. അതുകൊണ്ട് നിങ്ങൾ വേണ്ടുന്ന രൂപത്തിൽ
തയ്യാറെടുപ്പുകൾ നടത്തിക്കോ കേട്ടോ. ഈ ഏഷ്യനെറ്റ് ന്യൂസിന്റെ താഴെ എന്റെ സഹോദരങ്ങളാണ് പാകിസ്ഥാൻ എന്ന് എഴുതിയ ആ മുഹമ്മദ് സലൂഫിന്റെ പോസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് ആദ്യം ഞാനാ കാണുന്നത്. അത് സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ വേഗം NIA അയച്ചു. അവരുടെ മെയിൽ ഐ ഡിയും നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനലിന്റെ പോസ്റ്റിലുണ്ട് കേട്ടോ. അതല്ല മെയിൽ ഐ ഡി ഉണ്ട്, ഫോൺ നമ്പർ ഉണ്ട്, NIA എല്ലാ ഡോക്യുമെന്റ്സും അതിനകത്തുണ്ട്. പെട്ടെന്ന് തന്നെ ഇത് ഞാൻ അപ്പൊ തന്നെ 9 വീഡിയോ ചെയ്തു. ഞാൻ ഈ പയ്യനെ വെച്ചിട്ട് വൈറലായി. പെട്ടെന്ന് നമ്മുടെ ജനം TVയുടെ അനിൽ നമ്പ്യാർ വാർത്തയാക്കി. പിന്നെ രണ്ടാമത്തെ ദിവസം അവനെ പൊക്കിയെടുത്ത് തിഹാർ ജയിലിൽ കൊണ്ടുപോയി. കണ്ടോ, ഇത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന സേവനമാ. നമ്മളിനിപ്പോ ഇന്ത്യൻ ആർമിയുടെ വേഷം ധരിച്ച് തോക്കും കൊണ്ട് അതിർത്തിയിൽ പോയി നിൽക്കുകയൊന്നും ചെയ്യണ്ട. നമ്മുടെ രാജ്യത്തെ സേവിക്കാൻ നമുക്ക് ഇങ്ങനെ പറ്റില്ലേ? പറ്റണം. ഇതാണ് സേവനം. നമ്മുടെ രാജ്യം മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലാണ്. അവിടെ നിന്ന് വെള്ളം കോരി കളയുന്നതിനേക്കാൾ ഏറെ ആ ഓട്ട അടയ്ക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ആ രൂപത്തില് നമ്മളെ കൊണ്ട് എന്താണ് ചെയ്യാൻ കഴിയുന്നത് അത് നമുക്ക് ചെയ്യാൻ കഴിയണം. ഒരു ദിവസമേ നമുക്കുള്ളൂ എന്ന് വിചാരിക്കുക. നാളത്തെ ദിവസം നമ്മുടേതായിരിക്കില്ല. ഇന്നലെ എന്നുള്ളത് കഴിഞ്ഞു പോയി, നാളെ ഉണ്ടാകുമോ ഇല്ലെന്ന് ഉറപ്പില്ല. ഇന്നാണ് നമുക്കുള്ള ദിവസം. അതുകൊണ്ട് ഈ സഹോദരങ്ങളെ പോലെ ചുമരുകളിൽ ഇരിക്കേണ്ടവരല്ല നമ്മൾ സജ്ജമായി രംഗത്തിറങ്ങേണ്ടവരാണ്. നമ്മുടെ ഇനിയും ഒരു സഹോദരന് ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ. പഹൽഗാമിലെ കണ്ണീരിന്റെ കഥകള് നമ്മുടെ ഷിനുജി പറഞ്ഞു. നിങ്ങൾ അതിനകത്ത് വേറൊരു കാര്യം ശ്രദ്ധിച്ചോ? 1,00,000 ആളുകളെ കൊല്ലുന്നതല്ല ശിക്ഷ. ആ 1,00,000 ആളുകളുടെ മുമ്പിൽ വെച്ച് 10 പേരെ എങ്ങനെ കൊല്ലുന്നു എന്നതാണ് ശിക്ഷ. കാരണം 1,00,000 ആളുകളെയല്ലേ ശിക്ഷിക്കാൻ പറ്റുന്നത്. ഈ 10 പേരുടെ കാഴ്ച ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മനുഷ്യന്റെ മനസ്സിൽ നിന്ന് പോകുമോ? ഉറ്റവരെയും ഉടയവരെയും കുട്ടികളെയും സ്ത്രീകളുടെ മുമ്പിൽ വെച്ച് പുരുഷന്മാരെയും ജാതി പറഞ്ഞ് മതം ചോദിച്ച് പേര് ചോദിച്ച് കൊലപ്പെടുത്തുക. കാശ്മീരിന് മുമ്പ് തന്നെ, പഹൽഗാമിന് മുമ്പ് തന്നെ നമുക്കിതൊക്കെ ഒരുപാട് മുന്നറിയിപ്പുകൾ കിട്ടിയിട്ടുള്ളതാ. പൗരത്വ ഭേദഗതി നിയമം വന്ന സമയത്ത് ഇവരെന്താ വിളിച്ചത്? 21-ൽ ഊരിയ വാള് അറബിക്കടലിലെറിഞ്ഞിട്ടില്ല, തേച്ചു മിനുക്കാൻ മടിയില്ല. ആരേലോ അനങ്ങിയോ? ഒരു പ്രതിഷേധമെങ്കിലും സംഘടിപ്പിച്ചോ? ഇല്ല. 9 വയസ്സുള്ള ഒരു കുട്ടിക്കാലൻ ഒരു മുതുകാലന്റെ പുറത്തിരുന്ന് വിളിക്കുക, അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ. മിണ്ടിയോ? ഒരു ജോസഫ് മാഷ് മുഹമ്മദ് എന്നൊന്ന് പേരെഴുതിയതിന്റെ പേരിൽ കൈയും കാലും വെട്ടിമുറിക്കപ്പെടുക. സ്വന്തം മാതാവിന്റെ മുമ്പിൽ വെച്ച് പട്ടാപ്പകൽ എന്നിട്ട് അവർ മുദ്രാവാക്യം മുഴക്കുക, 10 സെക്കൻഡ് കൊണ്ട് പകൽ വെളിച്ചത്തിൽ നിന്നെയൊക്കെ തീർത്തു കളയാൻ കഴിവുള്ളവരാണ് ഞങ്ങളെന്ന്. മരിക്കാതിരിക്കാൻ കഴിവുള്ളവരാണ് ഞങ്ങള് എന്നും പറയാൻ നമുക്ക് കഴിയണ്ടേ? ഞാൻ എപ്പോൾ മരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. മരിക്കുന്നതിന് മുമ്പ് കൊല്ലാൻ വരുന്നവരെ തീർക്കണോ വേണ്ടേ എന്ന് ഞാൻ മനസ്സിലാക്കും. അത് പറയാൻ നമുക്ക് കഴിയണ്ടേ? ഞങ്ങൾ 13 മക്കളാ. എന്റെ വാപ്പച്ചി വളരെ ചെറുപ്പത്തിലേ ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. ഉമ്മച്ചി പറയും, 2 അടി കിട്ടിയാൽ 1 അടി തിരിച്ചു കൊടുക്കണമെന്ന്. എന്റെ വാപ്പച്ചി പറയും, 1 അടി കിട്ടരുത്, അതാണ് നിങ്ങളുടെ കഴിവ്. ആ 1 അടിക്ക് കൈ ഓങ്ങുന്നതിന് മുമ്പ് അവൻ അവിടെ വീഴണം. ശിക്ഷ ഞാൻ ഏറ്റെടുത്തോളാം. ഞങ്ങൾ 7 പെൺമക്കളാ, 5 ആൺമക്കളും. അപ്പം ആൺമക്കളോടൊക്കെ പറയും, മക്കളെ, പെങ്ങന്മാർക്ക് വേണ്ടി 100 പേരെ കൊല്ലണമെങ്കിൽ കൊല്ലണം. ഒരു രാജ്യത്തിന് വേണ്ടി 1,00,000 പേരെ കൊല്ലണമടാ. അങ്ങനത്തെ യോദ്ധാക്കളാക്കി ഈ രാജ്യത്തിന് വേണ്ടി ജീവനും ജീവിതവും സമർപ്പിക്കുന്ന യോദ്ധാക്കളായി നമ്മളും മാറണം. നമ്മുടെ മക്കളെയും മാറ്റണം. പടച്ചട്ടയൊന്നും എടുത്ത് ആയുധമൊന്നും എടുത്തിറങ്ങണ്ട. ഇത്തരം രാജ്യവിരുദ്ധതകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ നമ്മൾ അറിയിക്കേണ്ടവരെ അറിയിക്കണം. അതിനകത്തൊരു കമന്റ് കൊണ്ടെങ്കിലും നമ്മുടെ രോഷം പ്രകടിപ്പിക്കാൻ ഒരു സന്നദ്ധത നമ്മൾ കാണിക്കണം.